ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ. ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം അടക്കമുള്ള കേന്ദ്രങ്ങൾ ബോംബിട്ട് പൂർണ്ണമായും തകർത്തതായാണ് അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ വലിയ തോതിൽ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി വിവരം ലഭിച്ചുവെന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയത്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടെയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തിയത്. ആക്രമണ വിവരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് അറിയിച്ചത്. B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു. ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്കതായ പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നത് എന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാർ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയത്. അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും 400 കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് വെളിപ്പെടുത്തൽ. തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തൽ നടത്തിയത്. മാറ്റപ്പെട്ടിരിക്കുന്ന 400 കിലോഗ്രാം യുറേനിയത്തിൽ 60% സമ്പുഷ്ടീകരിച്ചതാണ്. 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നത്. അതായത് ആയുധം നിർമ്മിക്കാൻ വേണ്ടതിനോട് വളരെ അടുത്ത ഘട്ടം വരെ സമ്പുഷ്ടീകരണം പൂർത്തിയായ യുറേനിയമാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന് ഇനിയും ആണവായുധം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാം. ഈ സാഹചര്യം അപകടകരമാണെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ആണവ വികിരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ആണവ വികിരണം ഉണ്ടാക്കിയേക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കി. ഇതും തങ്ങളുടെ വാദം ശരിവെക്കുന്നതാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.